പറയണ്ട ശ്രീജ, അവിടെ കല്യാണ സ്ഥലത്തെ ആ താലികെട്ടൊന്നും മര്യാദയ്ക്ക് കാണാൻ സമ്മതിച്ചില്ല ശാന്തടുത്ത്. അടുത്ത് വന്നിരുന്നിട്ട് എന്തൊക്കെയാ വിശേഷം, ദേവു സുഖമായിരിക്കുന്നോ, രണ്ടാമത് പ്രസവിച്ച സമയത്ത് എന്തേ പോവാൻ ഞാൻ അങ്ങോട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അവരെനിക്ക് സ്വൈര്യം തന്നിട്ടില്ല. അതിപ്പോൾ രണ്ടാമത് പ്രസവിച്ച് രാകേഷിൻ്റെ അമ്മ മതിയെന്ന് തോന്നിക്കാണും അവൾക്ക്. ആ ദേവു പ്രസവിച്ച് 4-ാം ദിവസം എന്തോന്ന് തോന്നുന്നു ശ്രീജി ഇവിടുന്ന് വിളിച്ചേ, മീനും പ്രസവിച്ചു പറഞ്ഞിട്ടല്ലേ. 4 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ ഒരു നമ്മൾ. രാത്രി ഉറക്കമില്ല അല്ലേ? അവിടെ അതേന്ന് തോന്നുന്നു. ദേവിൻ്റെ കുഞ്ഞും രാത്രി ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ മൂത്താളിപ്പോൾ അമ്മയുടെ കൂടെയൊക്കെ കിടന്നോളും എന്ന് പറഞ്ഞു. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ ചെല്ലണ്ടെന്ന് അവൾ വിചാരിച്ചത്. അറിയില്ല, എന്തോ ചോദിച്ചില്ല. കല്യാണമൊന്നും കഴിഞ്ഞ് പോയതിന് ശേഷം എന്നെ അങ്ങനെ വിളിക്കാറും സംസാരിക്കാറും ഒന്നുമില്ല. നേരത്തെ അങ്ങനെ ഒന്നും അല്ലായിരുന്നു അവളെ. എന്തൊക്കെയോ കാര്യങ്ങളായിട്ട് അതൊരാഴ്ചയായി. ശ്രീജ വേണ്ട, ചായ ഒന്നും എടുക്കണ്ട, ഇപ്പോൾ അവിടെ നിന്ന് പായസമൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് ഇനി എങ്ങനെയാണ് ചായ ഓടിക്കുന്നത്, അതും ഈ ചൂടത്ത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഉടനെ കൊണ്ടുപോകുമല്ലോ? 90 വരെ ഉണ്ടാവില്ലേ? 90 കഴിഞ്ഞിട്ട് വിട്ടാൽ ഇനി എന്നാ ഇങ്ങനെയൊക്കെ വരിക? അവിടെ അതുമില്ല, കല്യാണം കഴിഞ്ഞ് പോയതാ. പിന്നെ ഓണത്തിനൊന്ന് വന്നു, ഏതോ ഒരു വിഷുവിനും വന്നു, അത്രേ ഉള്ളൂ. എന്താ എന്നോട് ഇത്ര വിരോധം എന്നാ അവൾ പറയുന്ന. അന്ന് ആ കല്യാണത്തിന് ഒരിഷ്ടം ഉണ്ടായിരുന്നില്ലേ ഒരു പയ്യനുമായിട്ട്, അത് എതിർത്തത് മുഴുവൻ ഞാനാന്ന് അവൾ പറയുന്നത്. ശരിയായിരിക്കും, ഞാനാ എതിർത്ത ശരിയാ. നമ്മളന്ന് അവളുടെ ഒരു നല്ല ജീവിതം മാത്രമേ കണ്ടുള്ളൂ. അതിനിപ്പോൾ എന്താ, അവൾക്കെന്താ കുഴപ്പം? നന്നായിട്ട് ജീവിക്കുന്നു, അത്യാവശ്യം നല്ല ജോലിയുണ്ട്. പിന്നെ അവൾ ജോലിക്ക് പോകുന്നത് എന്തോ അത് അവർക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ രാകേഷിൻ്റെ പെങ്ങൾ നല്ല പഠിത്തമുള്ള കുട്ടിയാണ്, MBA കഴിഞ്ഞത് അവളെ. അപ്പോൾ ആ കുട്ടിയും ജോലിക്കൊന്നും പോകണില്ല. അവൻ പെൺകുട്ടികൾ ജോലിക്ക് പോകാൻ അത് അവർക്ക് അത്ര ഇഷ്ടമുള്ളൂ. പിന്നെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അതിനിപ്പോൾ വിഷമം പറഞ്ഞിട്ട് എന്താ കാര്യം? പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് പഠിച്ച കുട്ടികളൊക്കെ ജോലിക്ക് പോകണമെന്നുണ്ടോ? ദേവുവിൻ്റെ മൂത്താളുടെ ചോറൂണിന് സതീശൻ്റെ മക്കളില്ലേ, ട്വിൻസ്, ആതിരയും ആരതിയും, അവരെ പിടിച്ചു നിർത്തി പറയുക, ഇപ്പോൾ കല്യാണമൊന്നും കഴിക്കണ്ട, ഈ കാണുന്ന പോലെയൊന്നും അല്ല കല്യാണം കഴിഞ്ഞാലത്തെ ജീവിതം, ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്, ജോലിക്ക് പോകണം. ഇതൊന്നും തെറ്റാന്നൊന്നും ആരും പറയുന്നില്ല. അവളെ പഠിപ്പിക്കേണ്ട പോലെയൊക്കെ പഠിപ്പിച്ചു. പിന്നെ ജോലിക്ക് പോകുന്നില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ ആ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കുഞ്ഞിനെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടാവും. നമ്മളെക്കാട്ടിലും നന്നായിട്ട് രാകേഷിൻ്റെ അമ്മ നോക്കുന്നുണ്ടാവും. എനിക്ക് വിഷമമൊന്നുമില്ല. നമ്മൾ കുട്ടികളുടെ നല്ലത് കരുതിയിട്ട് എന്തും ചെയ്തിട്ടുള്ളൂ.